നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ വിഷ്ണുവേട്ടനും എന്റെ ആദ്യത്തെ കുഞ്ഞ്. മരിക്കും വരെ സ്നേഹത്തിന് ഒരു കുറവുണ്ടാവില്ല. കരച്ചിലെടുത്ത് ഈ സമയത്ത് എന്തിനാ ഇപ്പൊ മരണത്തെ കുറിച്ചൊക്കെ പറയണേ? നോക്കി താനേ നമ്മുടെ കുഞ്ഞിന്റെ ജനനത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? കുഞ്ഞ് ഇയാളുടെ വയറ്റിലുണ്ടാകുമ്പോ താനാണല്ലോ ആദ്യം അറിയുന്നേ. പിന്നെ അക്കാര്യം താൻ ആദ്യം എന്നോട് പറയാൻ പാടില്ലേ? ആദ്യം ഞാൻ അറിയും, എന്നിട്ട് ഞാൻ ആ കാര്യം പെരുമ്പറ കൊട്ടി ഈ നാട് മുഴുവൻ അറിയിക്കും. എന്നിട്ട് നമ്മുടെ കമലിനെ എല്ലാരും വിളിച്ച് നല്ല ഉത്സവമാക്കണം നമുക്ക്. വിഷ്ണുവിനും ശാലിനിക്കും കുഞ്ഞു ഉറക്കാൻ പോകുന്ന അറിയാത്തവരായിട്ട് ഈ നാട്ടിൽ ആരും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഗർഭകാലം, ആ സമയം മുഴുവനും ഞാൻ ഇയാൾക്ക് കൂട്ടുണ്ടാവും കേട്ടോ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേട്ട് കഥകൾ കേട്ട് നമുക്കങ്ങ് ഒരുമിച്ചിരിക്കാന്നേ. എങ്ങനെയുണ്ട്? എടോ പിന്നെ ആ സമയത്ത് ഇതുപോലെ സങ്കടപ്പെട്ടിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. എടോ അത് നമ്മുടെ കുഞ്ഞിനെ ബാധിക്കൂത്രേ. ഒടുവില് പ്രസവ ദിവസം ആവുമ്പോ ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഡേറ്റിന് ഒരാഴ്ച മുമ്പെങ്കിലും ഇയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കണം. അപ്പോഴും ഞാൻ കൂട്ടിലുണ്ടാവും. എന്നാലും ഒരു പിന്നെ ആ സമയത്ത് ഭർത്താക്കന്മാര് കൂട്ടിലുണ്ടാവുന്ന ഭാര്യമാർക്ക് ഒരു ആശ്വാസം എന്നാ പറയണേ. തന്റെ എല്ലാ വേദനയിലും ഞാൻ ഒപ്പം ഉണ്ടാവും. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഹോസ്പിറ്റല്, ഏറ്റവും നല്ല ഡോക്ടർമാര്, ചികിത്സാ സൗകര്യങ്ങള്, അതിപ്പോ ഏത് നാട്ടിലായാലും വേണ്ടില്ല, എത്ര ചെലവ് വന്നാലും കുഴപ്പമില്ല. എന്റെ അമ്മോ, ഒടുവിൽ ആ പ്രസവ വേദന അങ്ങ് ആരംഭിച്ച് കഴിയുമ്പോ എന്ത് വേദന കൂടി വരികയാണല്ലോ. വിഷ്ണുട്ടൻ പൊയ്ക്കോ, ഇതേ സമയം ഒരുപാടായില്ലേ. എവിടുന്ന്? എടോ ഇയാളുടെ അടുത്ത് നിൽക്കുമ്പോ സമയം പോകുന്ന അറിയില്ല. എനിക്ക് ഉറക്കം വരുന്നു വിഷ്ണുട്ട. എന്നാ ഉറങ്ങിക്കോ. പുറത്തേക്ക് വരുന്നില്ലേ? വിഷ്ണുട്ടൻ പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. ഓ, വാക്കാണല്ലോ വലുതെല്ലാവർക്കും. ആയിക്കോട്ടെ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.